ദേശീയ പതാകയ്ക്ക് കീഴിൽ ബീഫ് വിൽപ്പന നടത്തിയ യുവാവ് അറസ്റ്റിൽ. മഹാരാഷ്ട്രയിലാണ് സംഭവം നടന്നത്. റിപ്പബ്ലിക് ദിനത്തിൽ ദേശീയ പതാകയ്ക്ക് കീഴിൽ ബീഫ് വിൽപ്പന നടത്തിയ മുഹസിൻ എന്ന വ്യക്തിയാണ് അറസ്റ്റിലായത്. മഹാരാഷ്ട്രയിലെ മലഗാവ് ജില്ലയിലെ പവർവാടി പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് ജനുവരി 26-ന് മാംസ വിൽപ്പന നിരോധിച്ച് എന്നുകൊണ്ട് മലഗോവ് മഹാനഗരപാലിക നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ ഇത് ലംഘിച്ച മോഹസിൻ ബീഫ് വിൽപ്പന നടത്തുകയാണ് ഉണ്ടായത്. ഇയാളുടെ ബീഫ് വിൽക്കുന്ന ദൃശ്യങ്ങൾ അടക്കം പുറത്തു വന്നിട്ടുണ്ട്. ഇന്ത്യൻ ദേശീയ പതാകയെ അപമാനിക്കുകയായിരുന്നു മോഹസിൻ എന്ന് കാട്ടി മലഗാവ് മഹാനഗരപാലികയിലെ മുതിർന്ന ഉദ്യോഗസ്ഥനായ മനീഷ് എന്ന വ്യക്തിയാണ് പരാതി നൽകിയത്. വാട്സാപ്പ് ഗ്രൂപ്പിൽ മോഹസിൻ ബീഫ് വിൽക്കുന്നതിന്റെ ഫോട്ടോ വൈറലായതിനെ തുടർന്നാണ് സംഭവം ശ്രദ്ധയിൽപ്പെട്ടത്. 2024 മാർച്ചിൽ മഹാരാഷ്ട്രയിൽ സംസ്ഥാനം ബീഫ് നിരോധിച്ചിരുന്നു. ബീഫ് വിൽക്കുന്നതോ കഴിക്കുന്നതോ കണ്ടെത്തിയാൽ 5 വർഷം തടവും 10,000 രൂപ പിഴയും ലഭിക്കും. അതേസമയം കഴിഞ്ഞ ദിവസവും പഞ്ചാബിൽ നടന്ന റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾക്കിടയിൽ പ്രതിഷേധം നടത്തിയ പ്രതി അറസ്റ്റിലായിരുന്നു. ഭരണഘടന കത്തിച്ചും അംബേദ്കറുടെ പ്രതിമ തകർക്കുകയും ചെയ്തിരുന്നു. ഇതിനു പിന്നിൽ ഖലിസ്ഥാൻ അനുകൂലിയാണ് എന്ന സൂചനകളും പുറത്തു വന്നിരുന്നു. പ്രദേശത്തുണ്ടായിരുന്ന നാട്ടുകാർ ചേർന്നായിരുന്നു ഇയാളെ കീഴ്പ്പെടുത്തി പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്തത്. അമൃത്സറിലെ ഹെറിറ്റേജ് സ്ട്രീറ്റിലെ ഭീംറാവു അംബേദ്കറുടെ പ്രതിമ തകർക്കാനായിരുന്നു ശ്രമം നടത്തിയതും. സംഭവത്തെക്കുറിച്ച് അറിഞ്ഞ വിവിധ ദളിത് സാമൂഹിക സംഘടനകൾ സ്ഥലത്തെത്തി പ്രതിഷേധം അറിയിച്ചിരുന്നു. ഖലിസ്ഥാൻ അനുകൂലിയാണ് പ്രതിഷേധം നടത്തിയതെന്നാണ് സൂചനകൾ ലഭ്യമായതും. സംഭവത്തെ തുടർന്ന് ഭീംറാവു അംബേദ്കറുടെ പ്രതിമയ്ക്ക് പോലീസ് സംരക്ഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് ദളിത് സംഘടനകൾ രംഗത്ത് വന്നിരുന്നു. പ്രതി അമൃത്സറിന് പുറത്തു നിന്നുള്ള ആളാണ് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇയാളെ വിശദമായി ചോദ്യം ചെയ്യുമെന്നും ഇയാൾക്ക് പിന്നിൽ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ അടക്കം അന്വേഷിക്കുമെന്നും പോലീസ് അറിയിച്ചിരുന്നു. സംഭവത്തിൽ വിവിധ മത സാമൂഹിക സംഘടനകൾ അമൃത്സറിൽ ബന്ദ് പ്രഖ്യാപിച്ചിരുന്നു. അതേസമയം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപും ഡോക്ടർ BR അംബേദ്കറുടെ പ്രതിമ തകർത്ത നിലയിൽ കണ്ടെത്തിയിരുന്നു. ഉത്തർപ്രദേശിലെ വാരണാസിയിലാണ് സംഭവം നടന്നത്. കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രി സംഭവം നടക്കുന്നത്. അതേപോലെ തന്നെ ഇന്ത്യൻ ദേശീയ പതാക ഒരാളുടെ രാഷ്ട്രീയത്തോടുള്ള വിധേയത്വത്തിന്റെ പ്രതീകമായി കണക്കാക്കപ്പെടുന്നു. അതൊരു വികാരം തന്നെയാണ്. രാജ്യത്തെ ഓരോ വ്യക്തിയും അതിനെ ബഹുമാനിക്കുകയും ചെയ്യണം. നാം ഇന്നത്തെ നിലയിൽ എത്താൻ വേണ്ടി ജീവൻ ബലിയർപ്പിച്ച നിരവധി രക്തസാക്ഷികളുടെ പ്രതീക്ഷകളെയും അഭിലാഷങ്ങളെയും പ്രതിനിധീകരിക്കുന്നതാണ് ഇന്ത്യൻ ദേശീയ പതാക. ദേശീയ പതാകയെ എല്ലാവരും ബഹുമാനിക്കുന്നു. എന്നാൽ ചിലപ്പോഴൊക്കെ നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെയോ ആംഗ്യങ്ങളിലൂടെയൊക്കെ നാം അറിയാതെയോ ബോധപൂർവമോ അതിന്റെ അന്തസ്സിനെ താഴ്ത്തി കെട്ടിയേക്കാം. കാരണം പാലിക്കേണ്ട നിയമങ്ങളും പെരുമാറ്റവും ഞങ്ങൾക്ക് വേണ്ടത്ര അറിവില്ല. ദേശീയ പതാകയുടെ ഭരണഘടനയുടെയും നമ്മുടെ ദേശീയ ചിഹ്നത്തിന്റെയും അന്തസ്സിനെ അവഹേളിക്കുന്നതിനാൽ അനുവദനീയമല്ലാത്ത ആചാരങ്ങൾ ദേശീയ ബഹുമതി ഭേദഗതി നിയമം 2003 അവഹേളനം തടയൽ പ്രതിപാദിക്കുന്നു. സ്റ്റേറ്റ് എംബ്ലം ആക്ട് ഓഫ് ഇന്ത്യ 2005 തെറ്റായ ഉപയോഗ നിയമം എന്നും അറിയപ്പെടുന്നു. ദേശീയ ചിഹ്നം എവിടെ ഉപയോഗിക്കണമെന്നും എവിടെയാണ് അത് നിരോധിച്ചിരിക്കുന്നതെന്നതും സംബന്ധിച്ച നിയന്ത്രണം നിർദ്ദേശിക്കുന്നുണ്ട്. ആളുകൾ പാലിക്കേണ്ട നിയമങ്ങളും അതുപോലെ തന്നെ ലംഘിച്ച കേസുകളുടെ എണ്ണവും വളരെ അധികമാണ്. എന്നാൽ ആളുകൾ അത് അവഗണിക്കുകയാണ് ചെയ്യുന്നത്. ഇതൊടുവിൽ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന് കീഴിലുള്ള ശിക്ഷാഫലത്തിൽ കലാശിക്കുകയാണ് ചെയ്യുന്നതും. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് കീഴിൽ ആർട്ടിക്കിൾ 51A അതിന്റെ പൗരന്മാർക്ക് ഭരണഘടനയെയും രാജ്യത്തിന്റെ ദേശീയ പതാകയെയും ബഹുമാനിക്കുവാനും അനുസരിക്കുവാനും ബാധ്യതയില്ലാത്ത കടമ ചുമത്തുന്നുണ്ട്. ദേശീയ പതാക ഉയർത്താനുള്ള അവകാശം ഉൾപ്പെടുന്ന സംസാര സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും കൈകാര്യം ചെയ്യുന്ന ആർട്ടിക്കിൾ 19 ക്ലോസ് 1A മറ്റൊരു വ്യവസ്ഥയാണ്. ആർട്ടിക്കിൾ 19 ക്ലോസ് 1A പ്രകാരമുള്ള സംസാര സ്വാതന്ത്ര്യം അഭിപ്രായ വ്യത്യാസവും ഒരു സമ്പൂർണ്ണ അവകാശമല്ല. ആർട്ടിക്കിളിന്റെ ക്ലോസ് 2 പ്രകാരം നിയന്ത്രണത്തിന് വിധേയവുമാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.